മകളും തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളുണ്ടോ? കിലോമീറ്ററുകൾക്കിപ്പുറം അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ നിന്ന് സ്വന്തം മകളെ വിട്ടുപിരിഞ്ഞ് കൊൽക്കത്തയുടെ തെരുവുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വിറ്റു നടന്ന ഒരു മനുഷ്യന്റെയും അവനിൽ സ്വന്തം അച്ഛനെ കണ്ട ഒരു കൊച്ചു പെൺകുട്ടിയുടെയും കഥ. ടാഗോറിന്റെ തൂലികയിൽ വിരിഞ്ഞ കാബൂളിവാല. എന്റെ മിനിക്ക് 5 വയസ്സായി. എപ്പോഴും കലപിലാന്ന് ഓരോന്നും ചോദിച്ചും പറഞ്ഞും കൊണ്ടിരിക്കും. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ അവളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാറുമില്ല. അതിൻ്റെ പേരിൽ അവൾ പലപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കം വാങ്ങാറുണ്ട്. എന്നാൽ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. മിണ്ടാതിരുത്തുന്നത് അവളുടെ പ്രകൃതത്തിന് ചേർന്നതല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും ഉത്സാഹത്തോടെ എൻ്റെ അടുക്കൽ വന്ന് കഥകൾ പറയും. ഒരു ദിവസം രാവിലെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. പുതിയൊരു നോവൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കാവൽക്കാരൻ രാമൻ കാക്കയെ കോക്ക എന്നാണ് അച്ഛാ പറയുന്നത്. അയാൾക്കൊന്നും അറിയില്ല അല്ലേ? ആകാശത്തുള്ള ആന തുമ്പിക്കൈയിൽ കൂടി വെള്ളമൊഴിക്കുന്നതാണത്രേ മഴ. ആ ഭോല പറയുന്നതാണ്. നുണയല്ലേ അച്ഛാ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവൾ അടുത്ത ചോദ്യം ചോദിക്കും. അച്ഛാ അച്ഛാ, അമ്മ അച്ഛൻ്റെ ആരാണ്? മോളെ മിനി, അച്ഛൻ ഇത്തിരി ജോലിയുണ്ട്, മോള് ഭോലായോടൊപ്പം പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഒഴിവാക്കി വിട്ടു. വഴിയോട് ചേർന്നാണ് എൻ്റെ വായനാമുറി. മിനി പെട്ടെന്ന് കളി നിർത്തി ജലനിലരികിലേക്ക് ഓടിച്ചെന്നു. കാബൂളിവാല, ഏയ് കാബൂളിവാല എന്നുറക്കെ വിളിക്കാൻ തുടങ്ങി. റോഡിൽ കൂടി പതുക്കെ നടന്നു പോവുകയാണ് കാബൂളിവാല. മുഷിഞ്ഞ പൈജാമയും നീലൻ കുപ്പായവും ധരിച്ച ഒരു ദീർഘകായൻ. തലേക്കെട്ടിന് മുൻവശത്തൊരു കുഞ്ചവും പിറകിൽ വാലുമുണ്ട്. തോളിൽ ഒരു സഞ്ചി, കയ്യിൽ ഒരു പെട്ടി. പെട്ടിക്കകത്ത് ഉണക്കമുന്തിരിയും ബദാമും. മിനി കാബൂളിവാല എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. അയാൾ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ എഴുത്ത് മുടങ്ങിയത് തന്നെ. മിനിയെ നോക്കി പുഞ്ചിരിച്ച് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു. റഹീമാൻ എന്നായിരുന്നു അയാളുടെ പേര്. മിനി അപ്പോഴേക്കും അടുക്കളയിലെത്തി അമ്മയുടെ പിന്നിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നു. കാബൂളിവാലയുടെ സഞ്ചിക്കകത്ത് കുട്ടികളെ പിടിച്ചിടാറുണ്ടോ? അതായിരുന്നു മിനിയുടെ സംശയം. ആരാണ് അവളെ അങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഈ സംശയവുമായി പലപ്പോഴും അവൾ എൻ്റെ അടുക്കൽ വരാൻ നേരത്ത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. എങ്കിലും അവൾക്ക് വിശ്വാസം പോരാ. റഹീമാൻ എന്നെ നോക്കി സലാം പറഞ്ഞു. മിനി വിളിച്ചു വരുത്തിയ ഈ പഠാണിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാതിരിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ചിലതെല്ലാം വാങ്ങി. അഫ്ഗാനിസ്ഥാനെ പറ്റിയും റഷ്യയെ പറ്റിയുമൊക്കെ ചിലത് സംസാരിക്കുകയും ചെയ്തു. പോകുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ബാബു, ആ കൊച്ചു പെൺകുട്ടി എവിടെ പോയി? അയാളെ ഇവിടെ വിളിച്ചു വരുത്തിയ മിനിയെയാണ് അയാൾ അന്വേഷിക്കുന്നത്. ഞാൻ മിനിയെ വിളിച്ചു. മോളെ മിനി. എൻ്റെ വിളി കേട്ട് അവൾ പേടിച്ചു വിറച്ചാണ് വന്നത്. റഹീമാനെയും അയാളുടെ സഞ്ചിയെയും അവൾ അമ്പരപ്പോടെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അയാൾ പെട്ടിയിൽ നിന്ന് കുറച്ച് മുന്തിരിങ്ങയും ബദാം പരിപ്പും എടുത്ത് മിനിയുടെ നേരെ നീട്ടി. അവൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ എന്നോട് ഒട്ടി നിന്നതേയുള്ളൂ. മിനിയും റഹീമാനും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം കാലത്ത് പുറത്തു പോകാനായി ഞാൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ടതെന്താണെന്നോ? പുറത്തെ ബെഞ്ചിൽ ഉത്സാഹത്തോടെ കാലുമാട്ടിക്കൊണ്ടിരിക്കുകയാണ് മിനി. അവളുടെ തൊട്ടടുത്തായി നിലത്ത് റഹീമാൻ ഇരിക്കുന്നു. മിനി അവളുടെ ഭാഷയിൽ ചടുപിടാന്ന് സംസാരിക്കുന്നു. അയാളാണെങ്കിലോ ഹിന്ദുസ്ഥാനിയും ബംഗാളിയും കലർന്ന ഒരു കൂട്ടുഭാഷയിലും. അവൾ എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. 5 വർഷത്തിനിടയിൽ ക്ഷമയോടെ അവളെ കേട്ടിരിക്കാൻ ഒരാളെ കൂടി കിട്ടിയിരിക്കുന്നു മിനിക്ക്. അവൾ അതിനിടയിൽ എന്തൊക്കെയോ തിന്നുന്നുമുണ്ട്. ബദാമും മുന്തിരിങ്ങയും അടുത്ത് കിടക്കുന്നുണ്ട്. എന്തിനാണ് കാബൂളിവാല ഇതൊക്കെ ഇവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്? ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ടാട്ടോ. നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളല്ലേ ഇവളിങ്ങനെ കഴിച്ചു തീർക്കുന്നത്. ഞാൻ പോക്കറ്റിൽ നിന്ന് 50 പൈസ എടുത്ത് കാബൂളിവാലയ്ക്ക് കൊടുത്തു. അയാൾ അത് വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോൾ മിനിയുടെ കയ്യിൽ ആ നാണയമുണ്ട്. തിളങ്ങുന്ന ആ നാണയം കൈക്കലാക്കി അമ്മ അരിശം കൊള്ളുകയാണ്. മിനി, നിനക്കിത് എവിടുന്ന് കിട്ടി ഈ നാണയം? കാബൂളിവാല തന്നതാണമ്മേ. നീ എന്തിനാ ഇത് അയാളോട് വാങ്ങാൻ പോയത്? ഞാൻ വാങ്ങിയതല്ലമ്മേ,
എനിക്ക് കാബുളിവാല തന്നതാണ്. മിനിയുടെ കരച്ചിലിനിടയിലേക്കാണ് സത്യത്തിൽ ഞാൻ കയറി ചെല്ലുന്നത്. അവളുടെ കൈപിടിച്ച് ഞാൻ മെല്ലെ എൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. മിക്കവാറും ദിവസങ്ങളിൽ റഹീമാനും മിനിയും തമ്മിൽ കാണാറുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. അയാൾ വരുമ്പോഴെല്ലാം മിനിക്ക് എന്തെങ്കിലും കുറിക്കാൻ കൊടുത്തിരുന്നു. കഥകളും തമാശകളുമായി റഹീമാൻ അവളുടെ ഹൃദയത്തിൽ ശരിക്കും കയറിപ്പറ്റി. കാബുളിവാല, ആ സഞ്ചിക്കകത്ത് എന്താണ്? മിനി ചോദിക്കും. അതൊരാന. ആംഗ്യത്തോടെ അയാൾ മറുപടി പറയും. മറ്റുള്ളവർക്ക് ഈ ചോദ്യോത്തരത്തിൽ ഒരു രസവും തോന്നില്ല. പക്ഷേ ഇത് അവരുടെ ഇഷ്ട വിഷയമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന തടിമാടനായ ഒരു പടാണിയും ബംഗാളിലെ ഒരു കൊച്ചു പെൺകുട്ടിയും വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നത് കാണാൻ ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. കുഞ്ഞെന്നാണ് അമ്മായി അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത്? ഒരു ദിവസം റഹീമാൻ മിനിയോട് ചോദിച്ചു. ബംഗാളിലെ പെൺകുട്ടികൾക്ക് അമ്മായിയച്ഛൻ എന്ന വാക്ക് പരിചിതമാണ്. എന്നാൽ പരിഷ്കാരികളായ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം പദങ്ങളുടെ അർത്ഥം പെട്ടെന്ന് തിരിയില്ല. ഒന്ന് പരിഭ്രമിച്ചെങ്കിലും അവൾ അയാളോട് തിരിച്ചു ചോദിച്ചു. ഹേയ് കാബുളിവാല, അമ്മായിയച്ഛൻ്റെ വീട്ടിലേക്കാണോ നിങ്ങളിപ്പോൾ പോകുന്നത്? വലതു കൈ ചുരുട്ടിപ്പിടിച്ച് റഹീമാൻ പറഞ്ഞു. അയാളെ ഞാൻ ഇടിച്ചു കൊല്ലും. അമ്മായിയച്ഛൻ്റെ വീട് എന്നതിന് ജയിൽ എന്നൊരർത്ഥം കാബുളിവാലയുടെ വർഗ്ഗക്കാരുടെ ഇടയിലുണ്ട്. ചെലവ് കൂടാതെ സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരത്കാലം ആരംഭിച്ചു. ഞാൻ കൽക്കത്തയിലുള്ള എൻ്റെ വീട് വിട്ട് പുറത്തൊന്നും പോകാറില്ല. ഒരു പുതിയ രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ, ഒരു വിദേശിയെ കണ്ടാൽ ആ നാട്ടിലെ പുഴകളെയും മലകളെയും ഗ്രാമങ്ങളെയും എല്ലാം പറ്റി ഞാൻ ചിന്തിക്കും. എൻ്റെ മനസ്സ് ലോകമൊട്ടുക്കും അങ്ങനെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം മുറിയിലിരുന്ന് റഹീമാനുമായി സംസാരിക്കും. അയാളുടെ വർണ്ണനകളിലൂടെ ഞാൻ ഏറെ ദൂരം സഞ്ചരിച്ചു. പൊക്കം കൂടിയ പർവ്വതനിരകൾ, മരുപ്രദേശങ്ങൾ, ഒട്ടകങ്ങൾ, അവയെ നയിച്ചു കൊണ്ടുപോകുന്ന കച്ചവടക്കാരിൽ ചിലരുടെ കയ്യിലെ ആയുധങ്ങൾ. റഹീമാന്റെ വെങ്കല ഭാഷയിലുള്ള സംസാരത്തിൽ നിന്നാണ് ഈ ചിത്രങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. മിനിയുടെ അമ്മയ്ക്ക് എല്ലാവരെയും സംശയമാണ്. നാട് മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നാണ് വിചാരം. റഹീമാനെയും അവൾക്ക് വിശ്വാസമില്ല. അയാളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തും. ഇതൊക്കെ നിന്റെ സംശയമാണെന്ന് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞാലോ? ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ടു പോകാൻ ആ തടിമാടന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ചടിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാലും അവൾക്ക് തൃപ്തി വരില്ല. മിനിയുടെ അമ്മയുടെ മനസ്സറിയാമെങ്കിലും റഹീമാനോട് വീട്ടിലേക്ക് വരരുതെന്ന് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. ജനുവരി മാസം പകുതിയോടുകൂടി റഹീമാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകും. അതിനു മുമ്പ് പറ്റുകാരിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ള പണമെല്ലാം പിരിച്ചെടുക്കും. ഈ തിരക്കിനിടയിലും അയാൾ എല്ലാ ദിവസവും മിനിയെ കാണാൻ വന്നു. അവർ തമ്മിൽ പറയാനാവാത്ത ഏതോ ഒരു ആകർഷണ ശക്തി ഉള്ളതുപോലെ. രാത്രി അരണ്ട വെളിച്ചത്തിൽ വരാന്തയിൽ ഇരിക്കുന്ന അയാളുടെ പോത്തൻ രൂപം കണ്ട് എനിക്ക് പോലും വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാബുളിവാല എന്ന് വിളിച്ച് അവൾ സന്തോഷത്തോടെ ഏറെ നേരം അയാളോടൊപ്പം കഴിച്ചുകൂട്ടും. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. 8 മണി ആയിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട്. വെയിൽ ജനലിൽ കൂടി മേശയ്ക്ക് താഴെ വെച്ചിരുന്ന എൻ്റെ കാലുകളിൽ വന്നു തൊടുന്നുണ്ട്. നടക്കാൻ ഇറങ്ങിയവർ തലയിൽ കെട്ടുമായി വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ്. പെട്ടെന്ന് പുറത്തൊരു ബഹളം കേട്ടു. ജനലിൽ കൂടി ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടതോ, മിനിയുടെ കാബൂളിവാലയെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നു. കൈകളിൽ വിലങ്ങ് വച്ചിട്ടുണ്ട്. റഹീമാന്റെ ദേഹത്തും മുണ്ടിലുമൊക്കെ ചോര പുരണ്ടിരിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേർ പിന്നാലെ കൂടിയിട്ടുമുണ്ട്. ഞാൻ പുറത്തിറങ്ങി വിവരം അന്വേഷിച്ചു. റഹീമാൻ ഒരാൾക്ക് കമ്പിളി വിറ്റു. പണം ചോദിച്ചപ്പോൾ പുതപ്പ് വാങ്ങിയിട്ടില്ലെന്ന് അയാൾ കള്ളം പറഞ്ഞു. തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ റഹീമാൻ പിച്ചാത്തി ഊരി അയാളെ കുത്തി. ഇതായിരുന്നു കേസ്. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് റഹീമാൻ അപ്പോഴും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ബഹളം കേട്ട് മിനി വരാന്തയിലേക്ക് വന്നു. കാബൂളിവാല, ഏയ് കാബൂളിവാല എന്ന് പതിവ് പോലെ അവൾ വിളിക്കാൻ തുടങ്ങി. മിനിയെ കണ്ടതും റഹീമാന്റെ കണ്ണുകൾ വിടർന്നു. അയാളുടെ തോളിൽ സഞ്ചി ഉണ്ടായിരുന്നില്ല. അതിനാൽ സഞ്ചിക്കകത്ത് എന്താണ് എന്ന് ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാബൂളിവാല, ഏയ് കാബൂളിവാല,
അമ്മായിയച്ഛൻ്റെ വീട്ടിലേക്ക് പോകുകയാണോ എന്ന രണ്ടാമത്തെ ചോദ്യം അവൾ ചോദിച്ചു. അതെ, അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് മിനി കണ്ടില്ലേ? അയാൾ കൈകൾ ഉയർത്തി കാണിച്ചു. അങ്ങനെ കേസ് കോടതിയിലായി. കത്തിക്കുത്ത് കേസിൽ കോടതി റഹീമാന് 10 കൊല്ലത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. റഹീമാന്റെ കഥ ഞങ്ങൾ മറക്കാൻ തുടങ്ങി. ഒരു പാവപ്പെട്ട പെടാണി ജയിലിൽ കിടക്കുന്ന കാര്യം വീട്ടുകാര്യങ്ങൾക്കിടയിൽ ആരോർക്കാൻ? മിനിയും മെല്ലെ മെല്ലെ അയാളെ മറന്നു. അതിലെനിക്കല്പം വിഷമം തോന്നാതിരുന്നില്ല. ക്രമേണ അവൾക്ക് പുതിയ കൂട്ടുകാരായി. എൻ്റെ വായനാമുറിയിൽ വരുന്നത് പോലും അപൂർവമായി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതാ മിനിയുടെ വിവാഹവും എത്തിയിരിക്കുന്നു. പൂജ അവധിക്കാലത്ത് വിവാഹം നടക്കണം. ദുർഗാദേവി കൈലാസത്തിലേക്ക് പോകുന്ന സമയം നോക്കി അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും, വീട് മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ട്. ഒടുവിൽ ആ ദിവസവും വന്നെത്തി. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് പകൽ വെളിച്ചത്തിന് പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു. കൽക്കത്ത പട്ടണത്തിലെ പഴയ കെട്ടിടങ്ങളുടെ ചുമരുകൾ പോലും സ്വർണം പൂശിയതുപോലെ തോന്നും. ഇന്ന് രാത്രിയിലാണ് മിനിയുടെ വിവാഹം. കല്യാണം അറിയിക്കുന്ന വാദ്യാഘോഷങ്ങൾ രാവിലെ മുതൽ മുഴങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അയൽക്കാർ, ബന്ധുക്കൾ, വേലക്കാരുടെ വിളികൾ, ആകപ്പാടെ ബഹളം തന്നെ. മുറ്റത്ത് പന്തലുകൾ അലങ്കരിക്കുകയാണ്. മുറികളിലും മറ്റും ശരറാന്തലുകൾ തൂക്കിയിടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എങ്ങും ഉത്സാഹം അലതള്ളുന്നു. ഞാൻ ഓഫീസിലിരുന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാരോ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ, റഹീമാൻ! റഹീമാനോ? സലാം ബാബുജി. പെട്ടെന്ന് എനിക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ ആകെ മെലിഞ്ഞു പോയി. മുഖത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. തോളത്ത് സഞ്ചിയില്ല. തലമുടിക്ക് നീളം കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പഴയ ചിരിക്ക് മാത്രം മാറ്റമൊന്നും വന്നിട്ടില്ല. റഹീമാൻ, താൻ എപ്പോഴാണ് വന്നത്? ഇന്നലെ സന്ധ്യയ്ക്ക് എന്നെ വിട്ടയച്ചു ബാബുജി. വാസ്തവത്തിൽ അയാളുടെ വരവ് എനിക്ക് സുഖകരമായി തോന്നിയില്ല. ഒരക്രമിയോട് ഇതേവരെ ഞാൻ അടുത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റഹീമാൻ, ഇന്നിവിടെ ഒരു വിശേഷം നടക്കുകയാണ്. താങ്കൾ പിന്നെ ഒരു ദിവസം വരൂ, ഞാൻ പറഞ്ഞു. നിർദ്ദയമായ എൻ്റെ വാക്കുകൾ കേട്ട് അയാൾ പോകാനൊരുങ്ങി. ഇത്തിരി നടന്ന ശേഷം തിരിഞ്ഞു നിന്ന് അയാൾ ചോദിച്ചു, ബാബുജി, ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കഴിയുമോ? കാബൂളിവാല എന്ന് വിളിച്ച് ഓടിയെത്തുന്ന കുട്ടിയാണ് മിനി ഇന്നും എന്നായിരിക്കണം അയാളുടെ വിചാരം. അവൾക്ക് വേണ്ടി കുറച്ച് മുന്തിരിങ്ങയും ബദാമും ഒരു കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുമുണ്ട്. തൻ്റെ നാട്ടുകാരനായ ഒരാളിൽ നിന്നും കടം വാങ്ങിയതായിരുന്നു അവ. ഇന്നാരെയും കാണാൻ സാധിക്കില്ല റഹീമാൻ, എല്ലാവരും ജോലി തിരക്കിലാണ്, ഞാൻ കർശനമായി പറഞ്ഞു. ഇത് കേട്ടപാടെ അയാളുടെ മുഖം വല്ലാതായി. ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. സലാം ബാബുജി എന്ന് പറഞ്ഞ് പതുക്കെ അയാൾ പുറത്തിറങ്ങി. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. തിരിച്ചു വിളിച്ചാലോ? അപ്പോൾ അയാളതാ മടങ്ങി വരുന്നു. ബാബുജി, ഈ മുന്തിരിങ്ങയും ബദാമും കുഞ്ഞിന് കൊടുക്കാമോ? ഞാനത് വാങ്ങി. അതിൻ്റെ വില കൊടുക്കാനായി നീട്ടിയ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ബാബുജി, അങ്ങ് ദയുള്ളവനാണ്, ഞാൻ എന്നും ഓർക്കും. എനിക്ക് പൈസ വേണ്ട ബാബുജി. അങ്ങയുടെ മകളെപ്പോലെ എനിക്കും ഒരു കൊച്ചു മോളുണ്ട്. അവളെ ഓർത്തുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ പോക്കറ്റിൽ നിന്ന് പഴകി കീറിയ ഒരു കടലാസ് പൊതി പുറത്തെടുത്തു. വളരെ കരുതലോടുകൂടിയാണ് അയാൾ പൊതി തുറന്നത്. എന്നിട്ട് അതിനകത്തിരുന്ന കടലാസ് കഷ്ണം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി എൻ്റെ മേശപ്പുറത്ത് വെച്ചു. അത് ഒരു ഫോട്ടോ ആയിരുന്നില്ല, ഒരു ചിത്രവുമായിരുന്നില്ല, ഒരു കൊച്ചുകുട്ടിയുടെ വിരലടയാളമായിരുന്നു. തൻ്റെ കൊച്ചുമകളുടെ വിരലിൽ മഷി പുരട്ടി പതിപ്പിച്ചെടുത്തതായിരുന്നു അത്. ആ കടലാസ് കീറ് നെഞ്ചത്തുള്ള പോക്കറ്റിൽ സൂക്ഷിച്ചായിരുന്നു അച്ഛൻ കൽക്കത്ത പട്ടണത്തിൽ കച്ചവടത്തിന് വന്നിരുന്നത്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അയാൾ അഫ്ഗാനിസ്ഥാനിൽ വന്നൊരു പാവപ്പെട്ട പടാണി. ഞാൻ കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു ബംഗാളി. ആ വ്യത്യാസങ്ങളെല്ലാം ആ നിമിഷത്തിൽ ഞാൻ മറന്നു. ഇത്ര മാത്രമേ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരു കുട്ടിയുടെ അച്ഛനാണ്, ഞാനും. ഞാൻ മിനിയെ ആളയച്ചു വരുത്തി. ഇത് സംബന്ധിച്ച് വീട്ടിനകത്തുണ്ടായ അപസ്വരങ്ങളൊന്നും ഞാൻ കാര്യമാക്കിയില്ല.
വിവാഹവേഷത്തിൽ ലജ്ജ കൊണ്ട് കുനിഞ്ഞ ശിരസുമായി മിനി എൻ്റെ മുന്നിൽ വന്നു നിന്നു. റഹീമാൻ സത്യത്തിൽ അമ്പരന്നു പോയി. ഒടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, കുഞ്ഞ് അമ്മായിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ? അമ്മായിയച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ മിനിക്കറിയാം. എങ്കിലും ചോദ്യം കേട്ട് അവൾ ഒന്നുകൂടി മുഖം കുനിച്ചു. കാബൂളിവാലയും മിനിയും ആദ്യമായി കണ്ട സന്ദർഭം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. മിനി അകത്തേക്ക് പോയതും റഹീമാൻ വല്ലാത്തൊരവസ്ഥയിൽ നിലത്തിരുന്നു. തൻ്റെ മകളും ഇതുപോലെ വളർന്നു കാണില്ലേ? അവൾക്കും വിവാഹപ്രായമായില്ലേ എന്നൊക്കെ ആയിരിക്കണം അയാൾ ചിന്തിച്ചത്. നീണ്ട 10 വർഷങ്ങൾക്കിടയിൽ അവൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും? പഴയ കളിച്ചിരി വർത്തമാനങ്ങൾ മതിയാവുമോ ഇനി ഞാൻ അവളോട് ഇടപഴകുമ്പോൾ? വിവാഹത്തിന്റെ വാദ്യാഘോഷങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അതിഥികൾ എത്തിക്കൊണ്ടേയിരുന്നു. എങ്ങും ആഹ്ലാദമാണ്. റഹീമാൻ മാത്രം എൻ്റെ മുറിയിൽ കുനിഞ്ഞിരിക്കുന്നു. കാബൂളിലുള്ള തൻ്റെ മകളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 100 രൂപയുടെ ഒരു നോട്ടെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. റഹീമാൻ, ഇത് വാങ്ങൂ. വീട്ടിൽ പോയി മകളെ കണ്ട് മടങ്ങി വരൂ. അച്ഛൻ്റെയും മകളുടെയും കൂടിക്കാഴ്ച എൻ്റെ മിനിയുടെ ഐശ്വര്യത്തിന് കാരണമാവട്ടെ.